പ്രതിഭകളാൽ സമ്പന്നമാണ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഏഷ്യ കപ്പിലേക്കുള്ള T20 സ്ക്വാഡിൽ ആരൊക്കെ ഇടം പിടിക്കും, ആരൊക്കെ പുറത്തു പോകും എന്നുള്ളതായിരുന്നു ചോദ്യം. ശുഭ്മാൻ ഗില്ലിന്റെ മടങ്ങിവരവ് സഞ്ജു സാംസൺ വെല്ലുവിളിയാകുമോ എന്നുള്ളതായിരുന്നു മലയാളികളുടെ ആശങ്ക. പക്ഷേ ഗില്ലും ടീമിലുണ്ട്, സഞ്ജു സാംസണും ടീമിലുണ്ട്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ T20 സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുന്നത്, അതും വൈസ് ക്യാപ്റ്റനായി. സഞ്ജു ടീമിലെത്തിയതോടുകൂടി സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ, ഇന്ത്യൻ T20 ടീമിൽ ആരായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക? സഞ്ജു സാംസൺ ആയിരിക്കും ടീമിൽ ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ കുറേ സീരീസുകളായി സഞ്ജു സാംസണാണ് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സഞ്ജു ആയിരിക്കോ, ഗില്ലായിരിക്കോ ഇനി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. You know, the captain and the coach obviously will look at the conditions at that point and perhaps take that call, what's the best balance for the team. And Shubman has been, in great form anyway. So has Sanju. So two really good options to have along with Abhishek. ജിതേഷ് ശർമ്മയാണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്നത് ജസ്പ്രീത് ബുംറയാണ്. യശസ്വി ജയ്സ്വാളിനും ശ്രേയസ് അയ്യർക്കും ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. സഞ്ജു സാംസൺ ഏഷ്യ കപ്പിന്റെ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് ഇടം നേടിയതോടുകൂടി കേരള ക്രിക്കറ്റ് ലീഗ് മറ്റന്നാൾ മുതൽ ആരംഭിക്കുന്നു. അപ്പോൾ സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. പക്ഷേ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. തുടക്കത്തിലെ 2-3 മത്സരങ്ങളിൽ സഞ്ജു സാംസൺ കൊച്ചിക്ക് വേണ്ടി കളിക്കുമെന്നുള്ള കാര്യം KCA വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ആരാധകർക്ക്, കായിക പ്രേമികൾക്ക് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തി സഞ്ജു സാംസന്റെ കളികൾ കാണാം. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് ഏഷ്യ കപ്പിലേക്ക് അയക്കാം.